വെറുതെ കിടന്ന് കൂവാ. ആ ഓടുന്ന കക്കൂസ് ഓടുന്ന കക്കൂസ് ഓടുന്ന കക്കൂസ് 2 3 രൂപ 1 2 രൂപ ആർക്കും കയറാം ആർക്കും കയറാം ആർക്കും കയറാം. തെറുത്ത ബീഡിയും കറുത്ത കട്ടനും ഫ്രീ 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 ഫ്രീ. വിശിഷ്ട മൂലസ്പർശനങ്ങളാൽ ധന്യമായ ശൗചാലയം. കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ. ബീഡി ഫ്രീ, കട്ടൻ ഫ്രീ, ഫ്രീ 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 ഫ്രീ. കടന്നു വരൂ കടന്നു വരൂ. ഒരാഴ്ചയോളമായി ഓടാതെ നവകേരള ബസ്. കയറാൻ യാത്രക്കാരില്ലാത്തതിനാൽ കടുത്ത പ്രതിസന്ധി നേരിടുന്ന നവകേരള ബസ് സർവീസ് നിർത്തിയത് വർക്ക്ഷോപ്പിൽ അറ്റകുറ്റപ്പണി ഉള്ളതിനാലാണെന്നാണ് വിശദീകരണം. അറ്റത്തിന് മാത്രമല്ലല്ലോ, മൊത്തത്തിൽ കുറ്റമല്ലേ. കേറിയവരിനി മുടിയാൻ ബാക്കി കാണത്തില്ല കേട്ടോ. ബാലൻ ചേട്ടൻ പറഞ്ഞതുപോലെ മ്യൂസിയത്തിൽ വെക്കണോ അതോ മ്യാസ്റ്ററേട്ടൻ പറഞ്ഞ പോലെ ആക്രിക്കട കൊടുക്കണോ എന്നൊക്കെ ഇനി രായാവ് തീരുമാനിക്കും. ഈ മാസം 2 ദിവസം ബുക്കിംഗ് ഇല്ലാത്തതിനാൽ സർവീസ് റദ്ദാക്കേണ്ടി വന്ന ബസ് മറ്റ് മിക്ക ദിവസങ്ങളിലും കോഴിക്കോട് നിന്നും ബംഗളൂരുവിലേക്കും സർവീസ് നടത്തിയത് വിരലിലെണ്ണാവുന്ന യാത്രക്കാരുമായിട്ടാണ്. ആ വിരലിലെണ്ണിയവരിപ്പോ എവിടാണെന്ന് പോലും ആർക്കും അറിയില്ല. തൊട്ടതെല്ലാം ചിന്ന ഭിന്നമാക്കുന്ന മാൻഡ്രേക്ക് ഒന്നും കാണാതെ ഇതിപ്പോ കെട്ടിവലിച്ച് ഷെഡിലും കേറ്റില്ല. ആർക്കിട്ടും പാര വയ്ക്കരുതേ എന്ന് ഞാൻ എപ്പോഴും ഉപദേശിക്കാറുള്ളതാ. അറ്റാ കുറ്റാ പണിക്ക് കോടികൾ ഇപ്പൊ പിരിയുന്നത് കണ്ടോണം. മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും നടത്തിയ നവകേരള യാത്രയ്ക്ക് മാത്രമായി വാങ്ങിയ ആഡംബര ബസ് പിന്നീട് എന്തു ചെയ്യുമെന്ന് ചർച്ചയ്ക്കൊടുവിൽ ഇക്കഴിഞ്ഞ മെയ് മാസം മുതലാണ് ബംഗളൂരു കോഴിക്കോട് റൂട്ടിൽ സർവീസ് ആരംഭിച്ചത്. ആദ്യ ദിവസം പട്ടിണിപ്പാവങ്ങളെ കാണാൻ പോയ ആഡംബരം വിത്ത് കക്കൂസ് സ്വകാര്യ വ്യക്തികൾക്ക് ലേലം ചെയ്താൽ പോലും ഇനി അനങ്ങുമെന്ന് തോന്നുന്നില്ല. പൊളിച്ചു വിൽക്കാനാണെങ്കിൽ 14 കുറ്റി പുട്ടിനുള്ള കാശ് കിട്ടിയേക്കും. എന്തൊക്കെയായിരുന്നു മതില് പൊളിക്കല്, ലിഫ്റ്റ് പൊക്കല്, കസേര കറക്കം, ഇപ്പൊ ഗരുഡായി ശവമായി. ഇത് KSRTCക്ക് ഒരു അസറ്റ് ആകാൻ പോവാണ്. ഇത് കഴിയുമ്പോ ഒരൊന്നൊന്നര അസറ്റായി പോയല്ലോ രായണ്ണ. പല ഡിപ്പോകളിലായിട്ട് തുരുമ്പിച്ചും കാട് പിടിച്ചൊക്കെ കിടക്കുന്ന അസറ്റുകളിലേക്ക് ഒരു അസറ്റും കൂടി. ഇത് മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ കൊണ്ടുപോകാനുള്ളതല്ലോ ഇത്. മിസ്റ്റർ മഹാമനസ്കൻ, അപ്പോ പാവങ്ങളെ പിഴിഞ്ഞ ഹെലികോപ്റ്റർ നാട്ടുകാർക്ക് യാത്ര ചെയ്യാൻ വിട്ടുതരുവോ? ലക്ഷങ്ങളുടെ പശുത്തൊഴുത്ത് നിർധനരായ കർഷകർക്ക് കൊടുക്കുവോ? ഫുള്ളായിരുന്നെങ്കിലും പിന്നീട് കയറാൻ ആളില്ലാതെയായി. എല്ലാവർക്കും ജീവനെ കൊതി ഉണ്ടാവുമല്ലോ. പറത്തി വിട്ട പ്രാവ് മുതൽ നശിച്ചു തുടങ്ങിയതാ. കാഴ്ച ബംഗ്ലാവിൽ കൊണ്ടുവച്ച് 10 രൂപ ടിക്കറ്റ് അടിച്ച് പരിപ്പുവടയും കട്ടനും ഫ്രീ കൊടുത്താൽ പോലും ആരും ഇനി ഇതിനകത്ത് കയറുമെന്ന് തോന്നുന്നില്ല. എല്ലാം ജനങ്ങളുടെ കാശാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരാശ്വാസം. ഒരാഴ്ചയോളമായി ബസ് സർവീസ് നടത്തുന്നില്ല. നിലവിൽ കോഴിക്കോട് വർക്ക്ഷോപ്പിലാണ് ബസ് ഉള്ളത്. ഒരു ബസ് ഇറക്കി 3-ാം പൊക്കം കട്ടപ്പുറത്ത് കയറ്റിയവരാ കേരയിൽ പണിയാൻ വേണ്ടി കരയുന്നത്. ജീവിതത്തിൽ ആകെ മിച്ചമുണ്ടാകുന്നത് ഈ ഓർമ്മകൾ മാത്രമാണ് വിദ്യാർത്ഥി സുഹൃത്തുക്കളെ. ഓർമ്മകളെ കൈവെള്ളച്ചാർത്തി. ഇനിയിപ്പം ആള് കയറി വണ്ടി ഓടണമെങ്കിൽ ഒരു മാർഗ്ഗമേ ഉള്ളൂ, ഒരൊറ്റ മാർഗം. നിങ്ങൾക്ക് ചെയ്ത് നല്ല പരിചയമുള്ള സൂത്രപ്പണിയാ. തൊഴിലുറപ്പ്, കുടുംബശ്രീ, അംഗനവാടി ജീവനക്കാർ ഇനി മുതൽ ഈ വണ്ടി യാത്ര ചെയ്തില്ലെങ്കിൽ ആനുകൂല്യങ്ങൾ തരില്ലെന്ന് പറയുക. ജീവൻ വെച്ചുള്ള കളി ആയതുകൊണ്ട് വിജയിക്കാൻ സാധ്യത കുറവാ. എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്ക്. ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് വാങ്ങിയ ബസ് ഇങ്ങനെ വെറുതെ കിടക്കുന്നതിൽ പ്രതിഷേധവും ഉയരുന്നുണ്ട്. എന്ത് പ്രതിഷേധം? ഇതിവിടെ സ്ഥിരമായതുകൊണ്ട് ജനങ്ങൾക്ക് അതൊക്കെ ശീലമായല്ലോ. ഭരണമേ തുരുമ്പെടുത്തു, പിന്നെ ബസ്. മനസ്സാണ് പ്രധാനം. യാ മനശ്ചര്യ യാമന. മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ട്. ഈ സീനൊക്കെ നമ്മുടെ ആളുകൾ വണ്ടി ഇറക്കി അന്നേ പ്രവചിച്ചതല്ലേ. വർക്ക്ഷോപ്പിൽ കയറ്റിയ സ്ഥിതിക്ക് കർട്ടനും തൊഴുത്തിനും സ്വിമ്മിംഗ് പൂളിനും ശേഷം മറ്റൊരു ചെലവിനും കൂടി കോടിയുടെയോ ലക്ഷത്തിൻ്റെയോ രൂപത്തിൽ പ്രതീക്ഷിക്കാം. കപ്പലിന്റെ കാര്യത്തിൽ നമ്മുടെ പ്രതീക്ഷ തെറ്റാതിരുന്നാൽ മതി. കൂവലിന് ശക്തി പോരാ. ഇതാണ് കൂവൽ. ഇങ്ങനെ കൂവാവൂ. കാരണം ഇപ്പോഴേ കൂവാൻ പറ്റൂ അല്ലേ?